ഹായ് മക്കളെ, 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ ഏത് ഒറ്റയല്ലൊരു ജീവിയും അല്ലെങ്കിൽ ചെയിൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു പോർഷൻ പറഞ്ഞു തരാനാണ് സാറ് വന്നിട്ടുള്ളത്. എന്താ? ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ അല്ലെങ്കിൽ എന്താ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. എന്താണ് ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്? എങ്ങനെയാണ് സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കാൻ സസ്യത്തിനെ അല്ലെങ്കിൽ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താ ഈ ചിത്രം നോക്കടാ, എന്തൊക്കെ എലമെൻറ്റ്സ് ആണ്, ഏതൊക്കെ ഏരോമാർക്കാണ് സസ്യത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റിലേക്ക് ഏതൊക്കെ ഏരോമാർക്കാണ് വരുന്നത്? നോക്കിയേ, ഏതൊക്കെ ഏരോമാർക്കാണ് വരുന്നത്? ലൈറ്റ് വരുന്നുണ്ട് അല്ലേ? സൺലൈറ്റ് എങ്ങോട്ടാണ് വരുന്നത്? സൺലൈറ്റ് എങ്ങോട്ടേക്കാണ് ആ സസ്യത്തിലേക്കാണ് വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും പ്ലാന്റിലേക്കാണ് പോകുന്നത്. റൂട്ടിലൂടെ എന്തും വരുന്നുണ്ട്? വാട്ടർ അല്ലെങ്കിൽ ജലവും വരുന്നുണ്ട്. സൂര്യപ്രകാശവും കാർബൺ ഡൈ ഓക്സൈഡും ജലവും എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ പ്ലാന്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സസ്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താ, ഈ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അല്ലെങ്കിൽ ജലവും ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റും സൂര്യപ്രകാശവും ഉപയോഗിച്ചിട്ടാണ് ആരുണ്ടാക്കുന്നത്? നമ്മുടെ സസ്യം ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇതാണ്, ഈ എലമെൻറ്റ്സ് ആണ് ഇവർക്ക് ആവശ്യം. കണ്ടോ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. എന്നാൽ ആഹാരം നിർമ്മിക്കാനുള്ള ഊർജ്ജം എവിടുന്ന? സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പം അതിനാൽ ഈ പ്രവർത്തനത്തെ എന്ത് പറയുന്നു? പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? പക്ഷേ ഈ എലമെൻറ്റ്സ് ഒക്കെ വന്നാലും സസ്യം എന്ത് ചെയ്യണം? ആഹാരം നിർമ്മിക്കണം. അപ്പോൾ ആഹാരം നിർമ്മിക്കാൻ വേണ്ടി സസ്യത്തിനെ സഹായിക്കുന്ന ഒരു ഘടകം കൂടി എവിടെ വേണം? സസ്യത്തിൽ വേണം. ആ ഘടകമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ അല്ലെങ്കിൽ എന്താ? ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറയും. എന്താണത് ശരിക്കും? ഇലകൾക്കൊക്കെ പച്ച നിറം നൽകുന്ന വർണ്ണകമാണ് ശരിക്കും ആര്? ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം. അതാണ് ആ ഘടകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അങ്ങനെ സഹായിക്കും എന്ത് ചെയ്യും? ഓക്സിജൻ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. അപ്പം എന്ത് ചെയ്യും? പ്രകാശ സംശ്ലേഷണം വഴിയായി ഓക്സിജൻ പുറത്തേക്ക് പോകുന്നു. ആ ഏരോമാർക്കാണ് എന്ത് ചിത്രത്തിൽ ഇവിടെ ഉള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഹരിതകമാണ്, ക്ലോറോഫിലാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്നതെന്ന് പറഞ്ഞു. ആ മറ്റ് കളറൊക്കെ ഈ പൂവിനും കായ്ക്കൊക്കെ നൽകാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പിഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ വർണ്ണകങ്ങളാണ് ഉണ്ടാവുക നോക്കടാ. വർണ്ണകങ്ങൾ അല്ലെങ്കിൽ എന്താണ്? പിഗ്മെൻറ്റ്സ്. നോക്കിക്കോ, എന്താണ്? നേരത്തെ പറഞ്ഞു ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചുവപ്പ് നിറമാണെങ്കിൽ ആന്തോസയാനിനാണ്. റെഡ് ആണെങ്കിൽ പിഗ്മെന്റ് ആന്തോസയാനിനാണ്. ഓറഞ്ച് ആണെങ്കിൽ കരോട്ടിനാണ് പിഗ്മെന്റ് അല്ലെങ്കിൽ വർണ്ണകം. മഞ്ഞ അല്ലെങ്കിൽ യെല്ലോ ആണെങ്കിൽ സാന്തോഫില്ലാണ് എന്ത് പിഗ്മെന്റ് ആയിട്ട് വരിക അല്ലെങ്കിൽ വർണ്ണകമായിട്ട് വരിക. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ 1ാമത്തെ ചാപ്റ്ററിൽ ഈ കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ശരി, ബായ്.